ഹായ് ഫ്രണ്ട്സ്, ആനി സ്റ്റൈൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത വീട്ടിലെ പ്ലാവിൻ്റെ അടുത്തേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഈ പ്ലാവിൽ നിന്നുള്ള ചക്കയാണ് ഞാൻ അന്ന് ചക്കലുവ ഒക്കെ ഉണ്ടാക്കിയത്. ആ ചക്കലുവ ഉണ്ടാക്കിയ ചക്കയുടെ കുരു ഞാനെടുത്ത് നിങ്ങളുമായി അത് പാചകം ചെയ്യുന്നത് ഷെയർ ചെയ്യാണ്. ചക്ക കഴിച്ച ശേഷം ചക്കക്കുരു ഒക്കെ എടുത്ത് ഞാൻ വെയിലത്തിട്ട് കഴുകി ഉണക്കി എടുത്തിട്ടുള്ളതാണ്. അത് നന്നായി വൃത്തിയാക്കിയെടുത്ത ശേഷം പിന്നെ നമുക്ക് ആവശ്യം ചെമ്മീൻ എടുത്തിട്ടുണ്ട്, പച്ചമുളക്, ഇഞ്ചി, സവാള, വെള്ളുള്ളി എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുക്കറിലേക്ക് ചക്കക്കുരു വൃത്തിയാക്കിയതിട്ട് വെള്ളം ഒഴിച്ചു. അതിനുശേഷം പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചു. അതിലേക്ക് ഉണക്കച്ചെമ്മീൻ അതിൻ്റെ തലയെല്ലാം കളഞ്ഞെടുത്ത്, തലയും പാലും ഒക്കെ കളഞ്ഞെടുത്തിട്ട് അത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ വെള്ളം വറ്റിക്കഴിഞ്ഞ ശേഷം നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഉണക്കച്ചെമ്മീൻ നന്നായി ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് സവാളയും പച്ചമുളകും വെള്ളുള്ളിയൊക്കെ കരിവേപ്പിലേക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നന്നായിട്ട് അതൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. മറ്റു മസാലകളൊന്നും തന്നെ ചേർക്കുന്നില്ല. അത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നമുക്ക് ചോറിനൊപ്പം കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. ഇപ്പോൾ നല്ല മഴയാണ്. മഴ നന്നായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും നല്ല ഒരു ദിനാശംസ. രാവിലെ മുതൽ വൈകുന്നേരം വരെ നല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോഴാണ് മഴ തുടങ്ങിയത്. ചക്കക്കുരു ഒക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാ കൂട്ടുകാർക്കും നല്ല ഒരു ദിനാശംസിക്കുന്നു. ഇത് എൻ്റെ 10 മണിച്ചെടികളാണ്. 10 മണിച്ചെടികളെല്ലാം പൂവിടാനായിട്ട് ഞാൻ ഇത് പൂവില്ലാതെ നിൽക്കുകയായിരുന്നു. പൂവ് കണ്ടപ്പോൾ ധാരാളം പൂക്കളുണ്ടാവാനായിട്ട് ഞാൻ ചെയ്ത കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കറ്റാർ വാഴ, ഗ്രാമ്പൂ കുറച്ച്, 5 അല്ലി വെളുത്തുള്ളി എന്നിവ എടുത്തു. കറ്റാർ വാഴ ഞാൻ അതിന് ശേഷം നന്നായി കട്ട് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തു. പിന്നെ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ വീട്ടിലെ കഞ്ഞിവെള്ളമാണ്. തണുത്ത കഞ്ഞിവെള്ളമാണ്. തണുത്തതെന്ന് പറഞ്ഞാൽ രാവിലെ വെച്ച കഞ്ഞിയുടെ വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഈ അരച്ച് വെച്ച മിശ്രിതം അങ്ങോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഞാനൊരു ബോട്ടിലിൽ വലിയൊരു കുപ്പിയിലാക്കി ഒരു ദിവസം മുഴുവനും വെച്ചു. അതിന് ശേഷം അത് പിറ്റേ ദിവസം രാവിലെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കഞ്ഞിവെള്ളത്തിൽ തന്നെയാണ് കലക്കി. നമ്മളെടുത്ത മിശ്രിതത്തിലേക്ക് അതിൻ്റെ 4 ഇരട്ടി വെള്ളവും കൂടി ചേർത്ത് വേണം നമ്മൾ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട്. വളരെ എഫക്റ്റീവാണ്. ഞാൻ ചെയ്തിട്ട് ധാരാളം പൂക്കളുണ്ടായി. എൻ്റെ 10 മണിച്ചെടികളൊന്നും പൂവിടാറില്ല, വെറുതെ നിൽക്കുള്ളൂ. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ളത് നല്ല സൂര്യപ്രകാശം ഉള്ളിടത്ത് വെക്കണം. നല്ല സൂര്യപ്രകാശം കിട്ടിക്കഴിഞ്ഞാൽ അത് നന്നായിട്ട് പൂവുണ്ടാകും. വേറെ ഒന്നും ഒഴിച്ചില്ലെങ്കിലും നല്ല സൂര്യപ്രകാശം മാത്രം മതി. അപ്പം ഞാനത് ഒരു ബക്കറ്റിലേക്ക് ഒഴിച്ചു. അതിന് ശേഷം ആ പാത്രവും കൂടി ഒന്ന് കഴുകി ഒഴിച്ചിട്ടുള്ളതാണ്. ഞാനതിലേക്ക് കുറച്ച് മുട്ട നമ്മൾ കറിക്കെടുത്ത മുട്ടയുടെ തൊണ്ട് പൊടിച്ചിട്ടിട്ടുണ്ടായിരുന്നു, അതും കൂടി ചേർത്തു. പിന്നെ നമുക്ക് നാളികേരം പൊട്ടിക്കുമ്പോൾ അതിൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കാം. അത് നല്ലൊരു വളമാണ്.
അപ്പോൾ കണ്ടോ എൻ്റെ 10 മണിച്ചെടിയൊക്കെ ഒട്ടും പൂവുണ്ടായിരുന്നില്ല, ഇപ്പോൾ നന്നായിട്ട് പൂവുണ്ടാവുന്നുണ്ട്. ഞാനതിനൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്ത് വീണ്ടും വീണ്ടും ആഴ്ചയിൽ ഒഴിച്ചു കൊടുക്കും. എല്ലാ ആഴ്ചയിലും നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുത്താൽ ധാരാളം പൂക്കൾ എന്നും എന്നും കണ്ടുകൊണ്ടിരിക്കാൻ നമുക്ക് വളരെ മനോഹരമായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. എല്ലാവരും ഇതെല്ലാം ഒന്ന് പരീക്ഷിച്ച് നോക്കണം. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.